ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഇന്ന് ലോകം മുഴുവൻ യുദ്ധങ്ങളും അതിനെ തുടർന്ന് സാമ്പത്തിക തകർച്ചയിലേക്കും പോവുകയാണ്. എല്ലാ ലോകരാഷ്ട്രങ്ങളും നേരിടുന്ന ഈ പ്രതിസന്ധിയിലും ഇപ്പോഴും വലിയ പരിക്കുകളൊന്നുമില്ലാതെ മുമ്പോട്ട് കുതിക്കുന്ന ചുരുക്കം ചില രാഷ്ട്രങ്ങളിൽ ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്നത് വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. അടിസ്ഥാന സൗകര്യങ്ങളിലും ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും ഇന്ത്യയിലേക്ക് മാറ്റുന്ന നിർമ്മാണ മേഖലകളും തന്ത്രപരമായ പ്രതിരോധ ആഗോള ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടെ ഭാരതം. ഇതൊക്കെ കണ്ടിട്ട് വിളറി പിടിച്ച കുറച്ചാൾക്കാർ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പേരിട്ടിട്ട് ഒരു സോഷ്യൽ മീഡിയ പേജുമായി പ്രതിരോധത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ശരിക്കും ഇത് ഒരു ജഡ്ജിയുടെ സ്റ്റേറ്റ്മെന്റിനെതിരെ സൃഷ്ടിച്ച പേജാണെങ്കിൽ കൂടി ഇപ്പോൾ അവർ സർവ്വസന്നാഹങ്ങളും എടുത്ത് പ്രതിഷേധിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയോടാണ്, മോദിജിയോടാണ്, സംഘപരിവാറിനെതിരെയാണ്. വെറും 5 ദിവസങ്ങൾ കൊണ്ട് 6 മില്യൺ പിന്തുടർച്ചക്കാരുണ്ടായിട്ടുണ്ട്. നല്ല കാര്യം തന്നെ. ഈ പേജിൽ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും പൂച്ച പെറ്റി കിടക്കുന്നത് പോലെയാണ് ഓരോ പോസ്റ്റുകളും. ശരാശരി 1 മില്യൺ ലൈക്കോ അതുപോലെ ഷെയറോ കമന്റോ ഒന്നുമില്ല. കാരണം ഈ പേജിലെ ഫോളോവേഴ്സ് അധികവും ഭാരതീയരോ അല്ലെങ്കിൽ മലയാളികളോ അല്ല. എന്തിനാണ് നമ്മൾ കൂടുതൽ പറയുന്നത്? വൈറലായ ഒരു പോസ്റ്റ് പോലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പേജിലില്ല. നമ്മുടെ ഭാരതം നേപ്പാളിനെ പോലെ ബംഗ്ലാദേശിനെ പോലെ കുട്ടിച്ചോറാക്കണം എന്ന ഒറ്റ ചിന്തയുമായിട്ട് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇനി ബംഗ്ലാദേശിൽ നടത്തിയ കലാപം പോലെ അല്ലെങ്കിൽ നേപ്പാളിൽ നടത്തിയ കലാപം പോലെ ജൻസി പിള്ളേരെ വെച്ചിട്ട് ഭാരതത്തിൽ ഒരു ജൻസി കലാപം ഉണ്ടാക്കാനാണോ ഈ കോക്രോച്ച് ജനതാ പാർട്ടി ലക്ഷ്യം വെച്ചിരിക്കുന്നത്? കാരണം ബംഗ്ലാദേശിൽ ഒരു കലാപം നടന്നപ്പോഴും അതുപോലെ തന്നെ നേപ്പാളിൽ കലാപം നടക്കുമ്പോഴും ഇവിടെയുള്ള ജിഹാദികളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ ഭാരതത്തിലും ചെറിയൊരു കലാപം. അങ്ങനെ ആ കലാപത്തിലൂടെ നരേന്ദ്രമോദി സർക്കാരിനെ ആ കസേരയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കണം. ഇതാണ് ഇവിടുത്തെ രാജ്യവിരുദ്ധരായ ജിഹാദികളുടെ ഏക ചിന്ത. അവരുടെ ഈ ഒരു ചിന്തക്ക് ഓജസ്സും തേജസ്സും നൽകി പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു സംഘടനയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ശരിക്കും ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു പേജ് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയൊന്നല്ല. അതിന് വ്യക്തമായ ലക്ഷ്യവും ധാരണയും പരിശ്രമവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പേജിന്റെ സ്ഥാപകൻ അഭിജിത്ത് ദീപകി എന്ന മഹാരാഷ്ട്ര സ്വദേശിയാണ്. ഇപ്പോ പുള്ളി താമസിക്കുന്നത് അമേരിക്കയിലാണ്. നോക്ക്, അങ്ങ് അമേരിക്കയിൽ നിന്ന് ഇവിടെയുള്ള ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി നടക്കുന്ന ജൻസി പിള്ളേരെന്ന് ഉദ്ദേശിക്കുന്ന പിള്ളേര് എന്തെങ്കിലും കലാപം ഉണ്ടാക്കുമ്പോൾ അങ്ങ് അമേരിക്കയിലുള്ള അഭിജിത്ത് ദീപക് വന്നിട്ടൊന്നും നിങ്ങളെ സഹായിക്കില്ല. അദ്ദേഹം അങ്ങ് അമേരിക്കയിലാണ്. ഇവിടെ ഒരു കലാപം ഉണ്ടായാൽ അതിന്റെ എല്ലാ തിക്താനുഭവങ്ങളും ഫലങ്ങളും അനുഭവിക്കുന്നത് ഇവിടെയുള്ള ജൻസി പിള്ളേരായിരിക്കും. അത് ഓർമ്മയിലിരിക്കട്ടെ. പിന്നെ 2018 മുതൽ ആം ആദ്മി പാർട്ടി ഇക്കോസിസ്റ്റവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അഭിജിത്ത് ദീപക്. AAP സർക്കാരിന്റെ കീഴിൽ CM ഓഫീസിൽ ജോലി ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ. ഈ സമയത്ത് തന്നെ അഭിജിത്ത് ദീപക് ഇന്ത്യ വിരുദ്ധ പ്രതിഷേധങ്ങളുടെ ഒരു നരേറ്റീവുകൾ അന്നേ സൃഷ്ടിച്ചിരുന്നു. സമൂഹത്തിൽ ജാതി തിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ സാമൂഹിക സൗഹൃദം തകർക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഭരണകൂട സംവിധാനങ്ങളെയും ഭരണകൂട സ്ഥാപനങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും ദേശീയ താല്പര്യങ്ങളെയും ഇത്തരം കോക്രോച്ചുകൾ ഒരേ സമയം ലക്ഷ്യമിടുകയും ചെയ്യുന്നു. ശരിക്കും ഇവിടെ ഒരു ആയുധം ഉപയോഗിച്ചു കൊണ്ടല്ല കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഓൺലൈൻ മീഡിയ പൊതുസമൂഹത്തിനെ ലക്ഷ്യം വെക്കുന്നത്. മറിച്ച് ഭരണവിരുദ്ധ ഇന്ത്യ വിരുദ്ധ ചിന്തയുമായി നടക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ദോഷവും തെറ്റിദ്ധാരണകളും മനസ്സിൽ അസമത്വവും കൃത്രിമത്വവും രാഷ്ട്രീയ പാർട്ടികളിലും രാഷ്ട്രീയ ആശയങ്ങളിലുമുള്ള ഭിന്നിപ്പുകളും എല്ലാം കൂടി ചേർത്ത് ഈ ഭാരതത്തിൽ ഒരു ജൻസി കലാപം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് കോക്രോച്ച് ജനതാ പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. ഇന്ത്യയുടെ ഭരണം തന്റെ കുടുംബാധികാരമാണ്,
ഈ ഇന്ത്യയുടെ പൂർണ്ണ അവകാശം ഞങ്ങൾക്ക് മാത്രമാണ്, ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമാണ് എന്ന് ചിന്തിച്ച് നടക്കുന്നവന്റെ ഭരണം മാറിയപ്പോൾ, ഭരണം കൈവിട്ടപ്പോൾ, ഭരണമില്ലാതെ ഭ്രാന്തിളകി നടക്കുന്ന ചില അരാജകത്വവാദികൾ സമൂഹത്തെ അസ്ഥിരപ്പെടുത്താനും ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനും ജനാധിപത്യ സംവിധാനം, ഭരണഘടന ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും നിലപാടിൽ കള്ളത്തരങ്ങൾ കലർത്തി യുവതലമുറയിൽ വിഷം കുത്തിയിറക്കാനും അവരുടെയൊക്കെ ആ വിദ്വേഷ മനസ്സിനെ കൂട്ടുപിടിച്ചുകൊണ്ട് സമൂഹത്തിൽ ഒരു കലാപമുണ്ടാക്കി വീണ്ടും തൻ്റെ കുടുംബാധിപത്യം, തൻ്റെ കുടുംബഭരണം ഭാരതത്തിൽ നടപ്പിലാക്കാണ് തീരുമാനമെങ്കിൽ, അങ്ങനെ ഒരു ദിവാസ്വപ്നം കാണുകയാണെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, സംഘപരിവാറാണ്. ഇത് നേപ്പാളോ ബംഗ്ലാദേശോ അല്ല, ഇത് ഭാരതമാണ്. ഇവിടെ ഒരു ജൻസിയുടെയും ഒരു കലാപവും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു കലാപം നടക്കുകയാണെങ്കിൽ അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് ഇന്ത്യയിലേക്ക് ഒളിഞ്ഞും തെളിഞ്ഞും തീവ്രവാദം നടത്തുകയും നമ്മുടെ ഭാരതത്തിലെ സൈനികരെ കൊന്നു തള്ളുകയും ചെയ്ത തീവ്രവാദികൾക്ക് കിട്ടുന്ന ദണ്ഡന, ശിക്ഷ എങ്ങനെയാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ചിലപ്പോൾ അതിനേക്കാൾ രൂക്ഷമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ. പണ്ട് പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞതുപോലെ തന്നെ മര്യാദക്ക് ജീവിച്ച നമുക്കെല്ലാവർക്കും നല്ല സുഖമായിട്ട് ഇവിടെ ജീവിക്കാം. അതല്ല, കലാപത്തിന് ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ അനന്തരഫലവും നിങ്ങൾ തന്നെ അല്ല, വെരി സോറി, നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടി വരും. മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റുടൻ വന്നിരിക്കുന്നതിൽ എല്ലാവർക്കും ജയ് ഹിന്ദ്.